ഹായ് ഗായ്സ്, തൊയ്യബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പാനിയും രേണു സൂദിയും പുറത്തായിരിക്കുകയാണ്. ഇന്നലെ ലാലേട്ടൻ വന്ന് നന്നായിട്ട് തന്നെ അനുമോളോട് സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര നന്നായി ഷാർപ്പോടെ തന്നെ ലാലേട്ടൻ അനുമോളോട് സംസാരിക്കുകയും ഇത് ബിഗ് ബോസിൽ പാടില്ല എന്നും ആ ഒരു ടേംസിൽ നല്ലോണം ശക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി. എന്നാലും അനു നല്ല പവറായിട്ട് തന്നെ ഒരു പേടിയുമില്ലാതെ തന്നെ കുറച്ച് കാര്യത്തിൽ പിടിച്ചു നിന്നു എന്നതാണ്. ശൈത്യ ഔട്ടാകാൻ സാധ്യതയുള്ളൊരു സന്ദർഭമാണ്. ഒരു ഷോക്കിംഗ് എബിഷൻ ആയിരുന്നു അപ്പാനിയുടെ പുറത്ത്. മണ്ടത്തരം കാണിച്ചിട്ടാണ് രേണു അനുമോൾ അങ്ങനെ ബിഗ് ബോസ് ഒരു മണ്ടത്തരം തന്നെയാണ്. പറഞ്ഞതിൽ ഉറച്ചു നിന്ന് അനുമോൾ. ലാലേട്ടൻ്റെ മരണമാസമായി ലാലേട്ടൻ പൊളിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോകാം ഞെട്ടിച്ചു ലാലേട്ടൻ. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. പിന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ലാലേട്ടൻ ആദില നൂറയെ എയറിൽ കയറ്റി. അപ്പോൾ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന പ്രമോസൊക്കെയാണ് ഇതിൽ വന്നത്. അപ്പാനി രേണു സൂദിയും പുറത്താകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടു. ഇനി അടുത്തത് ശൈത്യായിരിക്കാം. അനുമോളിന് നന്നായി വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അനുമോൾ നാളെ എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള രഹസ്യമായ കാര്യങ്ങൾ അത് പുറത്ത് പറഞ്ഞുകൊണ്ട് അനുമോൾ നിയമം ലംഘിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം ഉണ്ടാവണം. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഷോ അത് റിയാലിറ്റിക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് ഷോ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ റിയാലിറ്റി ഉള്ള ഷോ ആയതുകൊണ്ട് അതിൻ്റെ നിലവാരം അനുസരിച്ച് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഓരോ കണ്ടസ്റ്റൻസിനും നല്ലത് എന്ന് നമുക്ക് തോന്നുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കോണ്ടന്റ് ക്രിയേഷൻ പ്ലാറ്റ്ഫോമാണ്. അവിടെ ഒളിച്ചു വെക്കേണ്ടത് ഒളിച്ചു വെക്കുകയും വേണം പരസ്യമായി. പക്ഷെ അനുമോൾ പറഞ്ഞത് മൊത്തം നമ്മൾ യോജിക്കുന്നില്ല. അവരുടെ രഹസ്യ കാര്യങ്ങൾ പുറത്ത് വിടുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമല്ല. അപ്പം രഹസ്യമായി വെക്കേണ്ട കാര്യമാണ് അവർ പരസ്യമാക്കുന്നത്. അത് നല്ലൊരു കാര്യമാണോ? ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നൊരു കാര്യമാണ് അത് സംഭവിക്കുന്നത്. അത് അനുവിൻ്റെ കാര്യത്തിൽ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. വളരെ മോശമായൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ പ്രകടനം എന്നൊക്കെ പറഞ്ഞു ഒരു നരസിംഹം രാവണ പ്രഭു ടൈപ്പ് ഒരു സിനിമ കാണുന്നത് പോലെ പഞ്ച് ഡയലോഗുകളുമായിട്ടാണ് ലാലേട്ടൻ വന്നത്. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരുന്നു. അതായത് പ്രധാനമായും തൂക്കിയത് അനുമോളെയാണ്. അനുമോളെ പിടിച്ചു എന്ന് പറഞ്ഞ് വേറെ ആരെയും അങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. എല്ലാവരുടെ ഭാഗത്തും കഴിഞ്ഞ ഒരാഴ്ചയിൽ അവിടെ പ്രശ്നങ്ങളും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അനുമോള് ചെയ്തത് കുറച്ച് കൂടിയ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ബാക്കിയുള്ള എല്ലാവരും ഏതെങ്കിലുമൊക്കെ തെറ്റിന്റെ ഭാഗമായിരുന്നു. എല്ലാവർക്കുമായിട്ടൊരു പണിഷ്മെന്റ് കൊടുത്തു. പണിഷ്മെന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ അഴുക്ക് കഴുകി കളയുക എന്ന് വെച്ചാൽ ഒരു ബൗളിനകത്ത് എല്ലാവരുടെയും പേര് എഴുതിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ ചീട്ട് എടുക്കുക. ആ ചീട്ടിലുള്ള ആരുടെ പേരാണോ ആ ആളുടെ വസ്ത്രം ഈ വ്യക്തി കഴുകണം. അതാണ് ആ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് അനുമോളുടെ പ്രവൃത്തിക്ക് മാത്രമുള്ളതല്ല, അതിനെ സപ്പോർട്ട് അല്ലാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല പല വഴക്കുകൾ അനുമോളെ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ അനുമോള് ഈ ഒരു പ്രവൃത്തിയിൽ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അനുമോളോട് ആര്യന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ ആര്യൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ ഫ്രൈ ചെയ്തത് പ്രധാനമായിട്ട് അനുമോളെ തന്നെയാണ്. അനുമോള് ചപ്പാത്തി കള്ളി എന്ന് ജിസേല് വിളിച്ചപ്പോ അനുമോൾ ഉണ്ടാക്കിയ ബഹളവും പ്രശ്നവും
കാര്യത്തിൽ സത്യാവസ്ഥയൊന്നും പുറത്തു വന്നില്ല. അതെന്താണെന്ന് അറിയില്ല. സത്യസന്ധത ഉള്ളതാണോ, പറഞ്ഞത് ശരിയാണോ കള്ളമാണോ എന്ന് തെളിയിച്ചിട്ടില്ല. ഇത് രണ്ടും വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. അനുമോക്കെതിരെ വേറെ ഒന്നും ചെയ്യണ്ട, അത് മാത്രം മതി പണിഷ്മെന്റ് എന്ന് പറയാൻ. കാരണം രണ്ടുപേരും തമ്മിൽ പ്രേക്ഷകർക്ക് കമ്പയർ ചെയ്ത് ആ ഒരു ക്വാളിറ്റി കാണാൻ പറ്റും. രണ്ടുപേർക്കെതിരെയും ഉണ്ടായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ്. ചപ്പാത്തി കളിയെന്ന് ജിസേൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചില്ലായിരുന്നു. അന്ന് അനുമോൾ റിയാക്ട് ചെയ്ത ഒരു രീതിയുണ്ട്. ഇവിടെ ജിസേലും നമ്മുടെ ആര്യനും കിസ് ചെയ്തു എന്ന് അനുമോള് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ജിസേൽ റിയാക്ട് ചെയ്ത ഒരു രീതിയുണ്ട്, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അനുമോൾ കിട്ടിയ ഏറ്റവും വലിയ പണിഷ്മെന്റ്. ലാലേട്ടന്റെ പ്രകടനത്തിന് ഒരു രക്ഷയില്ല, ഈ മനുഷ്യന് ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി കളഞ്ഞു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്.